ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് 2-3 ക്യാരറ്റും ചെറിയൊരു ബീട്രൂട്ടും കൊണ്ട് നോമ്പ് 30 ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വെറും 5 മിനിറ്റ് ചിലവാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ റമളാന് 30 ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിതാ 3 ക്യാരറ്റും ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തത്. 5 മിനിറ്റ് മാത്രം ചിലവാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് റമളാന് 30 ദിവസം വെറും 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ആദ്യം തന്നെ ഞാനിതാ ക്യാരറ്റിൻ്റെ ബീട്രൂട്ട് തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടിതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേണേ. ഇനി വേണ്ടത് കുക്കറാണ് കേട്ടോ. കുക്കറിലിട്ടിട്ടും അല്ലെങ്കിൽ സാധാരണ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഇത് വേവിച്ചിന് വരെ അങ്ങനെ ചെയ്യട്ടോ. ഈ ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് 3 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേനെ. ഏകദേശം ഒരു 1/2 ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ 3 വിസിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കർ എന്നിട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, പിന്നെ അതെല്ലാം എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഇതാ 3 വിസിലിന് ശേഷം ഞാൻ ഈ ഒരു വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യമായ വെള്ളമാണ്. ഒന്നങ്ങോട്ട് ചൂടാറണം കേട്ടോ. അതിന് ശേഷമായിട്ട് ഞാനിതാ ഈ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിക്ക് ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു വെള്ളം നമുക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പഞ്ചസാര കേട്ടോ. പഞ്ചസാര കുറച്ച് അധികം തന്നെ എടുക്കണേ, കാരണം ഈ ഒരു ജ്യൂസ് നമുക്ക് 30 ദിവസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു അളവിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 കയ്യിലോരം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തേനെ. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടല്ലോ, അത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഒരു പാനിലേക്കാട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ജാറ് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് വടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കണേ. ഇനി വേണ്ടത് ഇതുപോലെ സ്പൂണോ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതേപോലെ തിന്നായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ഞാനിതാ ഗ്യാസിലേക്ക് വെക്കാൻ പോവാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കാൻ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും നമുക്കിതാ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കട്ടോ. ഏകദേശം 1 മാസം 1.5 മാസമൊക്കെ കേടുവരാതെ തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് നിലനിൽക്കുക. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ 1 സ്പൂൺ ചെറുനാരങ്ങ നീരാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു നീരും കൂടെ ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ഒട്ടണൊക്കെ ഒരു പരുവാവല്ലോ, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ, പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ, ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയണേ. ഇനി നല്ല ഉണങ്ങിയ ബോട്ടിലിൽ ഈ ഒരു ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ട് 1 മാസമോ 1.5 മാസമൊക്കെ നമുക്കിതാ കുറേശ്ശെ ഇങ്ങനെ എത്ര നമുക്ക് അളവ് വേണ്ട അതിനനുസരിച്ച് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതാ ഒരു ബോട്ടിലേക്ക് ഇത് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതേപോലെ കിട്ടിയിട്ട് ബാക്കിയുള്ളതും കൂടി ഞാനിത് ഏകദേശം ഒരു 4-5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇത് പ്രത്യേകമായിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ. അപ്പം നമുക്ക് ആ ഒരു തണുപ്പിൽ തന്നെ കിട്ടും, പിന്നെ കേട് വരില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തത്. ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മൾ പാൽപ്പൊടി വെച്ചിട്ടോ പാല് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനെന്തായാലും പാൽപ്പൊടി വെച്ചിട്ടും പാല് വെച്ചിട്ടും ജ്യൂസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു 10 റുപ്യൻ്റെ പാക്കറ്റ് പാൽപ്പൊടി കേട്ടോ ഈ ഒരു 3-4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ജ്യൂസിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണത്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ. ഇതിലേക്ക് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
അടിപൊളി ജ്യൂസ് നമുക്ക് കിട്ടിയത് നല്ല ടേസ്റ്റുള്ള ജ്യൂസാട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കണ്ടില്ല, നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓപ്ഷനാട്ടോ, കസ്കസ് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ. ഞാനെന്തായാലും ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കസ്കസ് പറഞ്ഞ സംഭവം. അത് ഞാനെന്താ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഞാനൊരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ടിരുന്ന്. ഇത് ഒഴിവാക്കട്ടോ. ഇതില്ലെങ്കിലും നമ്മളെ ജ്യൂസിന് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, അടിപൊളിയാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാണ്. ഇനി ഞാനിതാ ഈ ജ്യൂസ് തന്നെ പാലിൽ വെച്ചിട്ടും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുത്തതിന് അതിലേക്ക് കുറച്ച് ഏകദേശം ഒരു 2-3 സ്പൂൺ മാത്രം മതിയെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പാലിട്ടോ. തേങ്ങാപ്പാൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. ഏലക്കായ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാനേതായാലും ഇതിലേക്ക് 2-3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിടിലം നല്ല കളർഫുൾ ഈ ഒരു ജ്യൂസ് റെഡിയായി അടിപൊളിയായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാൻ എല്ലാവരോടും അസ്സലാമു അലൈക്കും.